ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസിയായി വളർത്താൻ പറ്റിയ 2-3 ടൈപ്പ് ഗ്രൗണ്ട് ഓർക്കിഡ്സിനെയാണ് കാണിക്കുന്നത്. ഇത് എല്ലാ കാലത്തും പൂക്കളുണ്ടാവും, കെയർ ഒരു ബുദ്ധിമുട്ടുമില്ല. സാധാരണ മറ്റേ ഓർക്കിഡ്സൊക്കെ കെയറിങ് നല്ല പാടാണല്ലോ, അത് എപ്പോഴും പൂവും കിട്ടില്ല. ഇതങ്ങനെയല്ല, എല്ലാ സീസണിലും നമുക്ക് നിറച്ച പൂക്കൾ കിട്ടും. അത് വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതേതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായി കാണാം. ആദ്യത്തെ ടൈപ്പ് ഗ്രൗണ്ട് ഓർക്കിഡ് ഇതാണ്. ഇതിൽ തന്നെ നോക്കൂ, 3 കളറുണ്ട്. ഒന്ന് നല്ല ഡാർക്ക് വയലറ്റ്, അടുത്തത് ലൈറ്റ് വയലറ്റ്, പിന്നെ വൈറ്റും. ഈ വൈറ്റിൻ്റെ പൂവൊന്ന് നോക്കി നോക്കൂ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ശരിക്കൊരു പ്രാവിൻ്റെ ഷേപ്പില്ലേ. പിന്നെ നോക്കൂ, ഇതൊക്കെ ചട്ടിയിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിന് ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ പൂക്കളില്ലെങ്കിലും അതിൻ്റെ ലീവ്സ് നല്ല ഭംഗിയാണ്. പക്ഷേ ഇങ്ങനെ നിറഞ്ഞ് പൂക്കളും കൂടെ ഉണ്ടെങ്കിലോ അതും വളരെ ഭംഗിയാണ്. ഇത് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ റീപോർട്ട് ചെയ്യാം. റീപോർട്ട് ചെയ്യുമ്പോൾ 2 മെത്തേഡിൽ ചെയ്യാം. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചട്ടിയിലേക്ക് ആക്കാം, അല്ല ഇതിൻ്റെ സൈസ് മാറ്റി വലിയ ചട്ടിയിലേക്ക് ആക്കാം. ഞാനിത് അടുത്ത സൈസിലുള്ള ചട്ടിയിലേക്കാണ് മാറ്റുക. അപ്പോൾ അത് വലിയൊരു ചട്ടിയിൽ നിറച്ച് കൂട്ടം പൂക്കളുണ്ടാവും. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര പൂക്കൾ നിറയണമെങ്കിൽ ഒന്ന് എസ്റ്റാബ്ലിഷ് ആവണം അതിൽ. അപ്പോൾ കുറച്ചൊരു ടൈം എടുക്കും. അതുകൊണ്ട് ഞാനിത് റീപോർട്ട് ചെയ്യാറ് ചട്ടിയുടെ സൈസ് അടുത്ത സൈസിലേക്ക് മാറ്റുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഇനി അങ്ങനെ ചെയ്യാറായിട്ടുണ്ട് എല്ലാറ്റിലും. കണ്ടോ, ഇതിൻ്റെ ബേസിലൊക്കെ കണ്ടറിയാം ചട്ടി നിറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റീപോർട്ട് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ മണ്ണിലാണ് നട്ടതെങ്കിലോ മണ്ണിലും ഇത് നന്നായി വളരും. പക്ഷേ മഴക്കാലത്ത് എന്താ അറിയോ, നമ്മളിവിടെ കണ്ടിന്യൂസ് ആയി മഴ കിട്ടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ വെള്ളം നിന്നാൽ അത് അത്ര ഒരു വൃത്തിയാവില്ല. ഈ ടൈപ്പ് ഗ്രൗണ്ട് ഓർക്കിഡിന് ചട്ടിയിലാണത് ഭംഗിയായി നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഗ്രൗണ്ട് ഓർക്കിഡിനെ നോക്കൂ, ഇതൊരു ബാംബൂ ലീഫ് ഓർക്കിഡാണ്. ശരിക്കും മുളയുടെ ഇല പോലെയല്ലേ. ഇതിൽ നല്ല ഭംഗിയുള്ള പൂവാണ്. ഈ പൂവും കുറേ ദിവസം നിൽക്കും. ഇതിൽ കണ്ടോ, കുറേ ദിവസം വിടർന്ന് നിൽക്കും വാടാതെ. ഇതിൽ നല്ല കട്ടുറുമ്പുകളുണ്ട്. ഇതെനിക്ക് കിട്ടിയപ്പോൾ ചെറിയൊരു തൈ കിട്ടിയതാണ്. അതിനെ ചട്ടിയിൽ നട്ടിട്ട് ഞാനൊരു കൊല്ലം വെയിറ്റ് ചെയ്തു, പൂവൊന്നും വന്നില്ല. അപ്പോൾ എനിക്കിതിൽ എന്താ പൂവുണ്ടാവാത്തതെന്ന് വിചാരിച്ച് ആ ചട്ടി ഒഴിവാക്കാൻ വേണ്ടി ഈ ചട്ടിയിൽ വേറെ ചെടി നടാമെന്ന് വിചാരിച്ച് ഞാൻ അതിനെടുത്ത് ഒരു മരത്തിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി നട്ടു. അപ്പോൾ നോക്കി നോക്കൂ, ആ മരത്തിൻ്റെ ചോട്ടിലത് നന്നായി വളർന്ന് അതിൽ നിറച്ച് പൂവുണ്ടാവാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു കൊല്ലമൊക്കെ പിടിക്കും ഇതിൽ പൂ വരാമെന്ന്. എന്നിട്ട് ഇപ്പോൾ ആ മരത്തിൻ്റെ ചോട്ടിലുള്ളതിൽ നിറയെ സാപ്ലിങ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൈ മുളയ്ക്കുക എങ്ങനെ നോക്കൂ. ഇതുണ്ടോ, ഈ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടിൻ്റെ തലപ്പത്താണ് പുതിയ തൈ മുളയ്ക്കുക. അത് കട്ട് ചെയ്ത് നമ്മൾ വെക്കാം. ഇത് എഡ്ജിങ് ആയിട്ട്, ഗാർഡൻ എഡ്ജിങ് ആയിട്ട് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ്. ഇങ്ങനെ നല്ല ഹൈറ്റിൽ ഒരേപോലത്തെ ചെടികളിൽ ഇങ്ങനെ നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൽ നിറയെ തൈകളുണ്ടായിട്ട് ഇനി ഗാർഡൻ എഡ്ജിങ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. ഇതാണ് 3ാമത്തെ വെറൈറ്റി. ഇത് നോക്കൂ, ഇതിന് ഏതാണ്ട് എൻ്റെ ഹൈറ്റ് ഉണ്ട്. ഇത് ചട്ടിയിൽ വളർന്നിരുന്ന സമയത്ത് ഒറ്റ പൂ പോലും കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ ചട്ടിയിൽ അതേപോലെ കൊട്ടിയെടുത്തിട്ട് വലിയൊരു കുഴി ഒഴിച്ചിട്ട് അതങ്ങനെ നിലത്താണ് നടുക ചെയ്തത്. ഇപ്പോൾ നോക്കൂ, അത് നല്ല ഹെൽത്തി ആയിട്ട് വന്നു. ഞാനിത് ഡെൻഡ്രോബിയം ഓർക്കിഡാന്നാണ് വിചാരിച്ചിരുന്നത്. ഇനി അതന്നെയാണോ എന്ന് എനിക്കറിയില്ല. ലീഫൊക്കെ ഏതായാലും അതേപോലെയാണ്. പക്ഷേ ഇതിൻ്റെ പൂവ് ഇപ്പം ഇല്ല. ഇതിന് പൂവിനൊരു മങ്കിയുടെ ഫേസുമായിട്ടൊരു റിസംബ്ലൻസ് ഉണ്ട്. ഇതിൻ്റെ പൂവ് ഒരുപാട് ദിവസം നിൽക്കില്ല. 2 ദിവസമൊക്കെ നിൽക്കുമ്പോഴേക്ക് അത് കൊഴിഞ്ഞു പോകും. ഇതിങ്ങനെ വലിയൊരു സ്റ്റോക്കിലാണ് ഇതിൻ്റെ പൂവ് വരിക. കുറേ പൂക്കളുണ്ടാവും ഓരോ തണ്ടിലും. ഈ പഴയ തണ്ടൊക്കെ, ഇലയില്ലാത്ത തണ്ടൊക്കെ കണ്ടില്ലേ, ഇതിലെല്ലാം പൂക്കൾ വരും. ഇതൊന്നും നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടോ, ഇതൊക്കെ ഓരോ പ്രാവശ്യം പൂക്കൾ വന്നു കഴിഞ്ഞതാണ്. കണ്ടോ, ഇത്രയും പൂക്കൾ. ഇനി അടുത്ത പൂവ് വീണ്ടും ഇതേ തണ്ടിൽ തന്നെ വരും. ഇത് കണ്ടോ, അപ്പോൾ ഒരു പൂ വരാനുള്ള ഒരു ചെറിയ സ്പൈക്ക് പുറത്തേക്ക് വരുന്നുണ്ട് ഇവിടെ. ഇത് അതിൻ്റെ സാപ്ലിംഗ് ആണ്. കണ്ടോ, അവിടെ നിന്ന് വേരൊക്കെ വരുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് വെച്ചാൽ പുതിയ ചെടി കിട്ടും. പക്ഷേ ഇത് ചട്ടിയിൽ നിൽക്കുന്ന കാലത്ത് ഒരിക്കലും പൂ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ നല്ല വെയിലുമാണ്. വെയിലാണെങ്കിൽ നല്ല ഇതുണ്ടോ, ഈ ഇലയൊക്കെ ഇങ്ങനെ ബേൺ ആവാറുണ്ട് വെയിൽ കൊണ്ടിട്ട്. എന്നാലും ഇതിന് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഈ വെയിലിന് അഡാപ്റ്റഡ് ആയി തോന്നുന്നുണ്ട്. ഇതിൻ്റെ പൂവും കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ പൂവില്ലെങ്കിലും മുമ്പ് എടുത്ത് വെച്ച ഫുട്ടേജ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൂവിൻ്റെ ഭംഗി കാണാം. കുറേ ബഞ്ചായിട്ട് ഇതിൽ വരും. നോക്കൂ, എത്ര തണ്ടുകൾ അതിൽ വന്നിട്ടുള്ള വലിയൊരു കമ്പി കണ്ടോ, മണ്ണിൽ തറച്ചാണ് അതിനെ കെട്ടി വെച്ചിട്ടുള്ളത്. ഈ 3 ടൈപ്പ് ഓർക്കിഡ്സിൻ്റെ കെയർ വളരെ ഈസിയാണ്. ഈ ചട്ടിയിൽ നിൽക്കുന്ന ഓർക്കിഡ്സ് ഉണ്ടല്ലോ, അത് മഴക്കാലം അല്ലെങ്കിൽ നമ്മൾ 2 നേരം നനയ്ക്കണം. കാരണം അതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ലൂസായിട്ടുള്ള വെൽ ഡ്രെയിനിങ് പോട്ടിംഗ് സോയിലാണ്. കുറച്ച് നല്ലപോലെ ചകിരിയൊക്കെ ഇട്ട്, ചകിരി ചെറിയ കഷ്ണാക്കിയിട്ട് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് അതിലാണത് നട്ടിട്ടുള്ളത്.
അപ്പോൾ വെള്ളം പെട്ടെന്ന് അതിന് ഡ്രെയിനായി പോവും. അപ്പോൾ 2 നേരം നനയ്ക്കണം വേനൽക്കാലങ്ങളിൽ. മഴക്കാലത്ത് പ്രശ്നമില്ല, ഡയറക്റ്റ് മഴവെള്ളം അതിലേക്ക് വീഴില്ലെങ്കിലും മഴവെള്ളം തെറിക്കും, അതിൻ്റെ ഉള്ളിലേക്കും മഴവെള്ളം തെറിച്ച് കിട്ടും. അപ്പോൾ നല്ല വെയിലുള്ള സമയത്താണ് നനച്ചു കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ആ മഴവെള്ളം കിട്ടണത്, അല്ലെങ്കിൽ 2 ദിവസം കണ്ടിന്യൂസ് ആയി മഴ ഇല്ലെങ്കിൽ ചെറിയ മഴയാണ് പെയ്തതെങ്കിലും നനയ്ക്കേണ്ടി വരും. കാരണം വെള്ളം അതിലേക്ക് തെറിച്ച് കിട്ടാത്ത വിധത്തിലാണത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നനവില്ല തോന്നിയാലേ നനയ്ക്കാറുള്ളൂ മഴക്കാലങ്ങളിൽ. അല്ലെങ്കിൽ വേനൽക്കാലത്ത് 2 നേരം നനയ്ക്കുക. അപ്പോൾ അതേപോലെ പൂ വരും. പിന്നെ ചട്ടിയിലുള്ള ഈ ചെടിക്ക് കുറേശ്ശെ ഞാൻ NPK കൊടുക്കാറുണ്ട്. ഈ പോട്ടിംഗ് മിക്സിൽ നട്ടതിന് ശേഷം റെഗുലറായി ഒരു 15 ദിവസത്തിലൊരിക്കൽ NPK വെള്ളത്തിൽ അലിയിച്ച് കൊടുക്കും. ഈ നിലത്ത് വെച്ച 2നും ഞാൻ നനയ്ക്കുക മാത്രമേ ചെയ്യാറുള്ളൂ, ഫെർട്ടിലൈസ് ചെയ്യാറില്ല. അത് മണ്ണിൽ തന്നെ നല്ല സുഖമായി വളരുന്നുണ്ട്. ഒന്നും ചെയ്യാറില്ലെങ്കിലും ധാരാളം പൂക്കൾ കിട്ടാറുണ്ട്. ഇതിനെ യാതൊരു വിധത്തിലുള്ള കീടബാധയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് എന്നും ഇങ്ങനെ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കാറ്. നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ചിലർ ഇതിൻ്റെ ആ ഫ്ലവർ സ്പൈക്ക് വരുന്നത് ഒച്ച് മുറിക്കണതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സിനൊന്നും പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അത് എന്നും പൂക്കൾ നന്നായി കിട്ടാറുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാ വെള്ളിയാഴ്ചയും ഗാർഡനിങ് റിലേറ്റഡായ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.